രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കയറ്റിറക്കങ്ങളുടെ പാതയിലാണ്. സാധാരണക്കാരുടെ സുവർണ സ്വപ്നങ്ങൾ വിലയിലെ ചാഞ്ചാട്ടത്തിൽ നഷ്ടമാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. ക്രിസ്റ്റീന ചെറിയാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്വർണ്ണവില എങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ച് ചരിത്ര നിമിഷമായ 68,480 എന്ന നിലയിൽ പവൻ എത്തി നിൽക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന്റെ വകയാ താരിഫ് ബോംബ് വന്നത്. അതിനുശേഷം 2 ദിവസം കൊണ്ട് സ്വർണ്ണവില ഇടിഞ്ഞത് 2000 രൂപയാണ് പവന്. ഇന്ന് പവന് 66,480 രൂപയും ഗ്രാമിന് 8,310 രൂപയുമാണ്. അപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ സ്വർണ്ണ സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാനാകും? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിവാഹ പാർട്ടി സ്വർണ്ണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത്? നമുക്ക് ചോദിച്ചറിയാം സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ രാകേഷ് രവീന്ദ്രനോട്. സ്വർണ്ണവില എങ്ങനെ കൂടുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ഓരോ മാതാപിതാക്കളുടെയും ഉള്ളുപിടയും അവരുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിവാഹ പാർട്ടി സ്വർണം എടുക്കുമ്പോൾ ബജറ്റിൽ ഒതുക്കി എങ്ങനെ സ്വർണം എടുക്കാനാകും? ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ രീതിക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ ഭാഗങ്ങളിലായിട്ടുണ്ട്. പിന്നെ സ്വർണ്ണവില കൂടുന്നതിനനുസരിച്ച് ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമുക്ക് പ്രീ ബുക്കിംഗ്, അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഒരു പരിധി വരെയുള്ള സ്വർണ്ണവിലനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനായിട്ട് സാധിക്കും. വില കൂടിയെന്ന് വെച്ച് നമ്മുടെ സ്വർണ്ണ സ്വപ്നമൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ടുണ്ടോ? ഇതേപോലെ സിഗ്നേച്ചർ യുണീക്ക് പീസസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റിൽ. അപ്പോൾ ഇത്തരത്തിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നമുക്കൊക്കെ അഫോർഡബിൾ ആണോ? പ്രത്യേകിച്ച് ഈ ടീനേജേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇത്തരത്തിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. ഇത്തരം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? തീർച്ചയായിട്ടും ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു 2000 ആഫ്റ്റർ ജനിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും കൂടുതലും ചൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഒരു കളക്ഷൻസും കൂടുതലും ആ ഒരു രീതിയിലുള്ള പെട്ടെന്ന് യൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന, റീസൈക്കിൾ ചെയ്യുമ്പോൾ പോലും വലിയ വ്യത്യാസങ്ങൾ വരാത്ത രൂപത്തിലുള്ള ഓർണമെൻറ്റ്സുകളാണ് നമ്മൾ കൂടുതലും ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. സ്വർണം വാങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ മുത്തശ്ശിമാരുൾപ്പെടെ നമ്മളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്, കല്ലുള്ള ആഭരണം വാങ്ങല്ലേ മോളെ എന്ന്. അപ്പോൾ ഈ കല്ലുള്ള ആഭരണം വാങ്ങുന്നതിന് എന്താണ് പ്രശ്നം? കല്ലുള്ള ആഭരണം വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കല്ലുള്ള ആഭരണങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ആണെങ്കിലാണ് കൂടുതലും എന്ത് വരുന്നത്, ഈ കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നോർമൽ രീതിയിലുള്ള സ്റ്റോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസം, അധികം കല്ലിൻ്റെ തൂക്കം വരാത്ത രീതിയിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് വാങ്ങിക്കാം. സ്വർണ്ണവില കൂടുന്നതിനനുസരിച്ച് ആ ചെറിയ സ്റ്റോണിൻ്റെ വെയിറ്റൊക്കെ അതിനെ ബാലൻസ്ഡ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ സ്വർണ്ണവില എങ്ങനെ ചാഞ്ചാടിയാലും ഒരല്പം പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് സ്വർണത്തെ ഒരു മികച്ച നിക്ഷേപമാക്കാം, ഒപ്പം വൈബുള്ള ഒരു ഫാഷനിസ്റ്റയുമാകാം. ക്യാമറമാൻ ഹരികൃഷ്ണൻ കെയ്ക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാൻ, 24.